പരീക്ഷാക്കാലം എന്നത് കുറച്ച് ടെൻഷനൊക്കെയുള്ള സമയമാണെന്നറിയാം. പക്ഷേ ആ ടെൻഷനെ നമുക്ക് പോസിറ്റീവ് എനർജിയാക്കി മാറ്റാം. പരീക്ഷ എഴുതുന്നവർക്കായി ഇതാ കുറച്ച് കാര്യങ്ങൾ. 1. നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക. നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളിൽ ആത്മവിശ്വാസം വയ്ക്കുക. എനിക്കിത് സാധിക്കും എന്ന ചിന്തയാണ് ഏറ്റവും വലിയ മരുന്ന്. നെഗറ്റീവ് ചിന്തകളെ പടിക്കു പുറത്തു നിർത്തുക. 2. സ്ട്രെസ് കുറയ്ക്കാൻ ലളിതമായ വഴികൾ. കൃത്യമായ ഉറക്കം. രാത്രി മുഴുവൻ ഉണർന്നിരുന്ന് പഠിക്കുന്നത് ബുദ്ധിയല്ല. കുറഞ്ഞത് 6 മുതൽ 7 വരെ മണിക്കൂർ ഉറങ്ങുന്നത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. വെള്ളം കുടിക്കുക. ശരീരം ഹൈഡ്രേറ്റഡ് ആയി ഇരിക്കുന്നത് തലച്ചോറിന്റെ പ്രവർത്തനത്തിന് നല്ലതാണ്. ചെറിയ ബ്രേക്കുകൾ. തുടർച്ചയായി പഠിക്കാതെ ഓരോ മണിക്കൂർ കൂടുമ്പോഴും 5 മുതൽ 10 വരെ മിനിറ്റ് വിശ്രമിക്കുക. പരീക്ഷയെടുക്കുമ്പോൾ അല്പം പേടിയും ടെൻഷനും തോന്നുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ആ പേടിയെ നമുക്ക് പോസിറ്റീവ് എനർജിയാക്കി മാറ്റാം. പഠിക്കാൻ മടി തോന്നുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ ഓർത്തുവെക്കൂ. 1. എന്തിനാണ് ഈ പരീക്ഷ? ഇതൊരു വെറും കടലാസ് കഷ്ണമല്ല. പകരം നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ്. ഇന്ന് നിങ്ങൾ എടുക്കുന്ന ഓരോ ചെറിയ പരിശ്രമവും നാളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് നിങ്ങളെ എത്തിക്കും. 2. സമയം ഇപ്പോഴുമുണ്ട്. ഇത്രയും കാലം പഠിച്ചില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടിരിക്കാതെ ബാക്കിയുള്ള സമയം എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന് നോക്കൂ. ഒരു ചെറിയ തുടക്കം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. 3. നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കൂ. മറ്റുള്ളവർക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും സാധിക്കും. നിങ്ങളുടെ തലച്ചോറിന് നിങ്ങൾ വിചാരിക്കുന്നതിലും അധികം കാര്യങ്ങൾ ഓർത്തുവെക്കാനുള്ള കഴിവുണ്ട്. എനിക്കിത് ചെയ്യാൻ പറ്റും എന്നൊരു ഉറച്ച തീരുമാനമെടുക്കുക. പഠിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ ചില ടിപ്സ്. ചെറിയ ലക്ഷ്യങ്ങൾ, സ്മോൾ ഗോൾസ്. ഒരു ദിവസം മുഴുവൻ പഠിക്കണമെന്ന് വിചാരിക്കുന്നതിന് പകരം അടുത്ത 1 മണിക്കൂർ ഞാൻ ഈ പാഠം പഠിച്ചു തീർക്കും എന്ന് തീരുമാനിക്കുക. ഇടവേളകൾ എടുക്കുക. തുടർച്ചയായി പഠിക്കാതെ ഓരോ 50 മിനിറ്റിനും ശേഷം 10 മിനിറ്റ് വിശ്രമിക്കുക. ഫോൺ മാറ്റിവെക്കുക. പഠിക്കുമ്പോൾ സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷനുകൾ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ അനുവദിക്കരുത്. ഓർക്കുക, വിജയം എന്നത് ഭാഗ്യം കൊണ്ട് കിട്ടുന്നതല്ല, അത് കഠിനാധ്വാനത്തിന്റെയും പരിശ്രമത്തിന്റെയും ഫലമാണ്. ഈ പരീക്ഷ കഴിഞ്ഞാൽ